വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമയെ ആ സ്ത്രീകൾക്ക് മുന്നിൽ ശാലിനിയാണെങ്കിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്, പേര് സത്യഭാമ എന്ന് പറയുമ്പോൾ നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. ഈ സത്യാമ്മയും എൻ്റെ അമ്മ ശാരദാമ്മയും ഒക്കെ ജീവിത പ്രതിസന്ധികളിൽ പിന്നെ തളരാതെ നിന്ന് പോരാടി ജീവിതം തിരിച്ചു പിടിച്ചവരാണ് എന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണെങ്കിൽ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ ഞാൻ ആരാധിക്കുന്ന വ്യക്തിയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ, പിന്നെ ഇല്ലായ്മയിൽ നിന്നും എല്ലാമൊക്കെ പ്രചോദനം നൽകി ഓരോന്ന് ഉൾക്കൊണ്ട സ്ത്രീകളെക്കുറിച്ച് എനിക്ക് അവാർഡ് നൽകാനൊക്കെ വന്നില്ലേ. അപ്പോൾ ഈ അവാർഡ് മേടിക്കാനായിട്ട് ഈ സത്യാമ്മയാണ് ഏറ്റവും അർഹ എന്ന് പറയുന്നുണ്ട്. പക്ഷേ സത്യാമ്മയ്ക്കാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയതല്ല, ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഇങ്ങനെ നഷ്ടപ്പെട്ടതാണ്. പക്ഷേ തളരാതെ പിടിച്ചു നിന്നിട്ട് പലഹാരങ്ങൾ വിറ്റും ഒക്കെ പിന്നീട് തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത് തൻ്റെ സ്വത്തുക്കളൊക്കെ. അപ്പോൾ എന്തുകൊണ്ടും ഈ അവാർഡ് വാങ്ങാനായിട്ട് സത്യാമ്മ തന്നെയാണ് യോഗ്യത. കയ്യടി മേടിക്കുന്ന ഇതല്ലേ സത്യാമ്മ ചെയ്തതെന്ന് പറയുമ്പോൾ തീർച്ചയായും എന്നിങ്ങനെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് സത്യാമ്മയ്ക്ക് തന്നെ ഇത് കൊടുക്കണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം മാഡം പറയുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ അതിൽ നിന്നൊരു ട്രോഫി ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇത് സ്ത്രീശക്തി അവാർഡ് എന്നതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ അവർ സത്യാമ്മ ഇത് വാങ്ങണമെന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ട് നീട്ടുകയാണ്. അന്നേരം മോളെ ഇത് എന്ന് പറയുമ്പോൾ വാങ്ങിച്ചോ സത്യാമ്മ എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ സന്തോഷത്തോടെ വാങ്ങുന്നുണ്ട്. ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സും ഇങ്ങനെ സത്യഭാമയ്ക്ക് കൊടുക്കുകയാണ്. തുടർന്ന് എല്ലാവരുമൊക്കെ കൈയടിക്കുന്നുണ്ട്. സത്യാമ്മ വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ പിന്നെ റവന്യൂ സെക്രട്ടറി അനുപല്ലവിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ശാലിനിക്ക് കൊടുക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനിക്ക് ഫോൺ കൊടുക്കുകയാണ്. അന്നേരം ഞാൻ പറഞ്ഞ കാര്യം പരുത്തിക്കുന്ന് കോളനിയിൽ എന്തായും ചോദിക്കുമ്പോൾ ഞാൻ ആളെ വിട്ടിരുന്നോ, ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് സാറിനെ തിരിച്ചു വിളിക്കാമെന്ന് പറയുമ്പോൾ ഫോൺ വയ്ക്കുന്നുണ്ട്. തുടർന്ന് അനുപല്ലവിയാണെങ്കിൽ ശാലിനിയോട് അതിൻ്റെ കാര്യങ്ങൾ തിരക്കുകയാണ്. അന്നേരം പരുത്തിക്കുന്ന് കോളനിയാണെങ്കിൽ മാണിക്കോത്തു മഹേന്ദ്രൻ എന്ന് പറയുന്ന ആളിൻ്റെ കുത്തക പോലെയാണ് അവിടുത്തെ രീതികളൊക്കെ. ഗുണ്ടകളൊക്കെയാണ് അവിടെ താമസിക്കുന്നത്. ഒത്തിരി ബുദ്ധിമുട്ടുള്ള ജോലിയാണെന്ന് പറയുമ്പോൾ ആ കോളനിയും അതും ഈ മഹാദേവനെയൊക്കെ ഇങ്ങനെ മഹേന്ദ്രനെ ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അന്നേരം ഇവരുടെ ഈ സംസാരം സത്യഭാമ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ആ സീൻ അവിടെ കൊണ്ട് അവസാനിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഈ മഹേന്ദ്രനാണെങ്കിൽ ഇങ്ങനെ കാറിൽ വന്ന് അവരുടെ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങുകയാണ്. അന്നേരം നേരത്തെ അവിടെ അനുപല്ലവി അവിടെ പരുത്തിക്കുന്ന് കോളനി ചെന്നപ്പോൾ ഒരാളിങ്ങനെ സംസാരിച്ചല്ലോ, അയാളവിടെ ഇങ്ങനെ മഹേന്ദ്രനെ കാത്തു നിൽക്കുകയാണ്. അന്നേരം സാർ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ ആ കസേരയിലേക്ക് എനിക്ക് ഇരിക്കാൻ, എൻ്റെ ക്യാബിനിലേക്ക് കയറിയ കസേരയിലേക്ക് ഇരിക്കാനുള്ള അവകാശം നീ തരില്ലേ എന്ന് ദേഷ്യഭാവമാണ് കാണിക്കുന്നത്. അന്നേരം പിന്നെ സാർ എനിക്ക് അത്യാവശ്യമാണെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അത്യാവശ്യമാണെന്ന് ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറഞ്ഞിട്ട് നീ സ്വാമിയെ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ കണ്ടിട്ട് എൻ്റെ ക്യാബിനിലേക്ക് വാ, അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം എന്ന് പറഞ്ഞിട്ട് വലിയ ഹെഡ് വെയിറ്റ് ഒക്കെ ഇട്ട് ഈ മഹേന്ദ്രനാണെങ്കിൽ അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ പറയാൻ വന്ന ആളിങ്ങനെ നിൽക്കുകയാണ്. അതായത് ആ കോളനിയുടെ കാര്യം പറയാനായിരിക്കണം വന്നത്. അതിനുശേഷം ഈ മഹേന്ദ്രനാണെങ്കിൽ തൻ്റെ ക്യാബിനിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ തൻ്റെ അച്ഛൻ്റെ ഫോട്ടോയാണെന്ന് തോന്നുന്നു. മാലയൊക്കെ ഇട്ട് മാണിക്കോത്ത് മഹാദേവൻ തമ്പി എന്ന് പറഞ്ഞ ഒരു ഫോട്ടോയുടെ മുമ്പിൽ തിരികെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. തുടർന്ന് അവിടേക്ക് ഈ നേരത്തെ കാത്തുനിന്ന ആൾ ലാസർ എന്നാണ് പേര്, ലാസർ എത്തുന്നുണ്ട്. അന്നേരം സ്വാമിയും കൂടി വന്നോട്ടെ എന്ന് പറയുമ്പോൾ ഈ സ്വാമി എന്ന് പറയുന്ന ആൾ വരികയാണ്. നടൻ ജോബിയാണ് കാണിക്കുന്നത്. തുടർന്നാണെങ്കിൽ എന്താ കാര്യം ചോദിക്കുന്നുണ്ട്. അന്നേരം പരുത്തിക്കുന്ന് കോളനിയിലേക്ക് കളക്ട്രേറ്റിൽ നിന്ന് ആൾ വന്നിരുന്നു, ഒത്തിരി പ്രശ്നം കൂടുതലാണ്, അപ്പോൾ സാറിനോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ തീരുമാനിക്കാനാണ് വന്നത്, അത് സർക്കാർ ഭൂമിയാണെന്നൊക്കെയാണ് പറയുന്നത് എന്നിങ്ങനെ ലാസർ പറയുന്നുണ്ട്. അന്നേരം എന്താ സ്വാമി ഇതൊക്കെ പറയുന്നതെന്നിങ്ങനെ ഈ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ആ കാഹളം കുമാരനാണ് എല്ലാത്തിനും കാരണം, പോലീസിനെയും പിന്നെ കളക്ടറേയും ഒക്കെ അവിടെ എത്തിച്ചത് അവനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവനെക്കുറിച്ച്, അവനല്ലേ നമ്മുടെ ഈ പിന്നെ സ്ഥാപനത്തിന് മുന്നിൽ ഒറ്റയാൾ കൊടിയും പിടിച്ച് സമരം നടത്തിയത് എന്ന് പറയുന്നുണ്ട്. അന്നേരം അത് തന്നെയാണ്, ആരും ഇല്ല, പിന്നെ തുക്കട ലോഡ്ജിലൊക്കെയാണ് അന്തി ഇറങ്ങുന്നത്, ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം ഇങ്ങനെ പോലുള്ളവരെയൊക്കെ എന്തിനാ ലാസറെ ഇങ്ങനെ ഭൂമിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അപ്പോൾ തീർക്കട്ടെ സാറേന്ന് ചോദിക്കുകയാണ്. അന്നേരം തീർത്താൽ പിന്നെ കൊന്നാ പാവം തിന്നാ തീരുമെന്നല്ലേ, അത് പിന്നെ തിന്നാൻ നടക്കണ്ടേ, അത് വേണ്ട. അതുകൊണ്ട് ഇവിടെയൊക്കെ കയ്യും കാലും ഒടിഞ്ഞവർക്കൊക്കെ കിടക്കാനായിട്ട് സർക്കാർ ആശുപത്രികൾ ഒരുപാടുണ്ടല്ലോ, ദിവസവും പാലും മുട്ടയൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ സ്വാമി, അപ്പോൾ പിന്നെ അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടിടുകയാണ് വേണ്ടതെന്ന് പറയുകയാണ്. എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാൻ സാറേ എന്ന് പറഞ്ഞിട്ട് ഈ ലാസർ പോകുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ഈ മഹേന്ദ്രൻ ഈ സ്വാമിയോട് പറയുന്നുണ്ട്, പിന്നെ അവൻ്റെ നാവ് നമുക്ക് തുന്നിക്കിട്ടാനായിട്ട് സാധിക്കും, പക്ഷെ അവന് വഴി വെട്ടിക്കൊടുക്കുന്ന ഒരാളുണ്ട്, അവനെ നമുക്ക് പിടികൂടിയേ മതിയാകൂ എന്നിങ്ങനെ പറഞ്ഞ് മഹേന്ദ്രൻ ഇരിക്കുന്നുണ്ട്.
അതേസമയം അവിടെ സത്യഭാമയുടെ വീട്ടിലെ മുറ്റത്ത് പൊന്നി ഇങ്ങനെ മുറ്റമൊക്കെ തൂക്കുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് തന്നെ പിള്ളയാണെങ്കിൽ കണക്കൊക്കെ മൊബൈൽ നോക്കി കണക്കൊക്കെ ബുക്കിലേക്ക് എഴുതുകയാണ്. ഗ്യാസ് എടുത്തത്, നാളികേരം വിറ്റത് എന്നൊക്കെ പറഞ്ഞ് അയ്യോ ഇനി ഓരോന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഓരോന്നൊക്കെ എഴുതുകയാണ്. അന്നേരം പൊന്നി ചോദിക്കുന്നുണ്ട്, എന്താ പിള്ളച്ചേട്ടാ കണക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ലേ? അന്നേരം എത്ര എഴുതിയാലും ഒരു രൂപ തെറ്റിയാലും സത്യഭാമ ചോദ്യം ചെയ്യുമെന്ന് പറയുകയാണ്. അന്നേരം എത്ര എഴുതിയിട്ടും അത് കണക്ക് ശരിയാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചൊക്കെ അവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോ ഒന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം അതിൽ നിന്ന് കാഹളം കുമാരനാണ് ഇറങ്ങുന്നത്. അന്നേരം ആരെ കാണാനാന്നിങ്ങനെ പിള്ള ആദ്യമേ ചോദിക്കുന്നുണ്ട്. കാശിൻ്റെ വല്ല ആവശ്യത്തിനാണെങ്കിൽ സത്യാമ്മ ഇവിടെ ഇല്ല, പിന്നെ കളക്ടറെ കാണാനാണെങ്കിൽ കളക്ടറേറ്റിലോട്ട് ചെന്നാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം കുമാരൻ പറയുന്നുണ്ട് ഇവർ രണ്ടുപേരെയും കാണാനല്ല എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ ആരെ കാണാൻ ചോദിക്കുമ്പോൾ രാഘവൻ നായരില്ലേ അകത്ത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം സാറിനെ കാണാനായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെന്താ ഈ രാഘവൻ നായരെ കാണാൻ ആരും വരാറില്ല എന്ന് ചോദിക്കുകയാണ്. ആ ഒരു കുറവ് ഇപ്പം അങ്ങോട്ട് നികന്നില്ലേന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് താൻ ചെന്ന് കാഹളം കാണാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അന്നേരം കാഹളമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെ കാഹളം എന്ന് പറഞ്ഞുകൊണ്ട് രാഘവൻ നായർ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും മുന്നും പിന്നും നോക്കാതെ കുറവ് വിളിച്ചു പറയുന്ന ഒരേ ഒരാൾ, 80കളിലെ ഗർജിക്കുന്ന സിംഹം, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെ നേരിലും നാവ് ചലിപ്പിക്കുന്ന ആൾ എന്നൊക്കെ പറഞ്ഞ് കുറേ വിശേഷണങ്ങൾ ഈ രാഘവൻ നായർ കാഹളത്തിന് നേരെ പറയുന്നുണ്ട്. കാഹളം എന്ന് പറയുന്നത് ഇയാളുടെ പത്രമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം പത്രമുതലാളിയായിരുന്നു എന്നിങ്ങനെ പിള്ള ചോദിക്കുകയാണ്. അന്നേരം മുതലാളിയും തൊഴിലാളിയും ഒക്കെ അയാൾ തന്നെയാണ്. പക്ഷേ ഇയാൾക്കൊരു കുഴപ്പം പറ്റി, പത്രത്തിൽ സത്യം എഴുതി എന്ന് പറയുകയാണ്. അതുകൊണ്ട് കുറേ പിന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇയാളെ നല്ലവണ്ണം അറിഞ്ഞങ്ങോട്ട് പെരുമാറി കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചു. പക്ഷേ പറഞ്ഞത് മുഴുവൻ ജനനന്മ ആയതുകൊണ്ട് ആരോ ഇയാളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആ ഒരാഴ്ച കാലം എൻ്റെ കയ്യിൽ കിട്ടി ഇയാളെ. അപ്പോൾ ഒരു സൗഹൃദത്തിൻ്റെ ചങ്ങല കൊണ്ട് ഞാൻ ഇയാളെ അങ്ങ് വരിഞ്ഞു കെട്ടി. അപ്പോൾ അതിൻ്റെ ഒരിതിലാണ് അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് താൻ വാടോ അകത്തേക്ക് എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് കുമാരനകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം പിള്ളയാണെങ്കിൽ പൊന്നിയോട് പറയുകയാണ്, അതേ വന്നിരിക്കുന്നത് നിസ്സാരക്കാരനല്ല, പെട്ടെന്ന് പോയി ചായ എടുത്തുകൊണ്ട് കൊടുന്ന് പറയുമ്പോൾ പൊന്നി ചായ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അകത്തേക്ക് കയറി ഇരിക്കുന്നുണ്ട്. അന്നേരം താൻ എന്തിനാ ഇപ്പോൾ വന്നത്, പിന്നെ പഴയ പരിചയം പുതുക്കാനാണോ അതോ ഇനി എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് തൻ്റെ ഒരു സഹായം വേണമെന്ന് പറയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ആ പിള്ളയുടെ തോളിൽ കൈവച്ച് വേണം എനിക്ക് ഇറങ്ങാനായിട്ട്, സ്വാധീനമില്ലാത്ത കൈയും കാലും കൊണ്ട് ഇങ്ങനെ അകത്തിരിക്കുന്ന ഞാൻ തനിക്ക് എന്ത് സഹായം ചെയ്യാനാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ അറിഞ്ഞിടത്തോളം തൻ്റെ മരുമകളാണെങ്കിൽ വിവരവും ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ള ഒരു കളക്ടറാണെന്നാണ് അറിഞ്ഞത്. ഈ കളക്ടറുടെ ഒരു സഹായമാണ് എനിക്ക് വേണ്ടതെന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താണോ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പരുത്തിക്കുന്ന് കോളനിയാണ് പ്രശ്നം എന്നിങ്ങനെ പറയുന്നുണ്ട്. ജാനകിയമ്മ റവന്യൂ മന്ത്രിയായിരുന്ന സമയത്ത് പാവങ്ങൾക്ക് വേണ്ടി ഒരു ലക്ഷമീട് കോളനി എന്ന പോലെ അനുവദിച്ച ഒരു സർക്കുലർ അനുവദിച്ചിട്ട് അത് പുറത്തിറക്കിയിരുന്നു. പക്ഷേ ഭരണം മാറിയപ്പോൾ അതിപ്പോൾ പിന്നെ ആ സർക്കുലറും കാറ്റിൽ പറത്തി അതിപ്പോൾ പിന്നെ കയ്യൊക്കുള്ളവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് തിരിച്ചു പിടിച്ച് പാവങ്ങൾക്ക് അർഹതപ്പെട്ടവർക്ക് തന്നെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് തൻ്റെ മരുമകൾക്ക് മാത്രമേ അത് കഴിയൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ പിള്ളയോത്തേക്ക് വരുന്നുണ്ട്. രാഘവൻ നായർ പറയുന്നുണ്ട് കാരണം സംഭവം ശാലിനി എൻ്റെ മരുമകളൊക്കെ തന്നെയാണ്, ഞാൻ പറയുന്ന അപ്പുറത്തേക്ക് ഒക്കെ വാക്കൊന്നുമില്ല. പക്ഷേ ഈ ജോലി കാര്യങ്ങളിലൊന്നും ഞാൻ അങ്ങോട്ട് ഇടപെടാറില്ല. അവൾ ഉള്ളപ്പോൾ ഒരു ദിവസം താൻ വരുന്നതായിരിക്കും നല്ലത്, കാര്യങ്ങൾ പറഞ്ഞ് തീർപ്പാക്കാമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം തനിക്കറിയാമല്ലോ ഞാൻ ഇതുവരെ ശബ്ദിച്ചിട്ടുള്ളതെല്ലാം പാവങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, നന്മയുടെ തിരി മാത്രമേ ഞാൻ തെളിയിച്ചിട്ടുള്ളൂ, അല്ലാതെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ഇപ്പോൾ ജീവന് പോലും ഭീഷണിയാണെന്ന് പറയുമ്പോൾ അതിന് മുന്നേ തൻ്റെ പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇതിന് എന്തിനാണോ ഇനി പോലീസ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ. തുടർന്ന് ഇത്രയും പറയാനാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എണീക്കുകയാണ്. അന്നേരം പൊന്നി ചായ കൊണ്ട് വരുന്നുണ്ട്. അന്നേരം ചായ കുടിച്ചിട്ടെന്ന് പറയുമ്പോൾ അതൊക്കെ പിന്നീടാകാമല്ലോ എന്ന് പറഞ്ഞിട്ട് പതിയെ വടികുത്തി ഇറങ്ങുകയാണ്. അന്നേരം പെട്ടെന്ന് രാഘവൻ നായർ എഴുന്നേക്കാൻ ശ്രമിക്കാൻ പറ്റുന്നില്ല. പിള്ള സഹായിച്ച് രാഘവൻ നായർ പുറകെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അയാൾ പതുക്കെ ഇറങ്ങി ഓട്ടോയിലേക്ക് കയറുന്നുണ്ട്. കയറാൻ നേരം പറയുകയാണ്, വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ പോകുന്നത്, ഈ പ്രശ്നങ്ങൾക്കൊക്കെ ശാലിനി വിഷ്ണു ഇടപെടും, ശാലിനി വിഷ്ണു ഒരു കാര്യം കാണും, ഒത്തുതീർപ്പ് കാണും എന്നുള്ള രീതിക്കാണ് ഞാൻ പോകുന്നത്, പൊട്ടേടോ എന്ന് പറഞ്ഞിട്ട് ഓട്ടോയിൽ കയറി ഇയാൾ പോവുകയാണ്. അയാളിങ്ങനെ പോകുന്ന പോക്ക് കണ്ടിട്ട് രാഘവൻ നായർ പിള്ളയോട് പറയുന്നുണ്ട്, ഒരിക്കൽ അഗ്നിയായിരുന്നു ഇയാളുടെ വാക്കുകൾ, പിന്നെ പത്രസ്ഥാപനം ചുട്ട് ചാമ്പലാക്കിയെന്ന് അറിഞ്ഞിരുന്നു, പക്ഷേ എന്നെ ഇപ്പോൾ അത്ഭുതപ്പെടുത്തിയത് ഇയാളുടെ തിരിച്ചു വരവാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അതേസമയം കമലിനാണെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ 2 ജീവനക്കാരോട് ഇങ്ങനെ ആകെ ബഹളം ഉണ്ടാക്കുകയാണ്. ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലേ ഈ പണിയാണെങ്കിൽ, മര്യാദയ്ക്ക് ഇങ്ങനെ ഞാൻ വന്ന് പറയുമ്പോൾ ഇങ്ങനെ മാരകായുധങ്ങൾ കാട്ടി എന്നെ ഭീഷണിപ്പെടുത്തുമൊന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാളാണെങ്കിൽ വണ്ടി ഇങ്ങനെ പണിയുന്നുണ്ട്, പക്ഷേ ഒരാളോടാണ് ഈ കമൽ സംസാരിക്കുന്നത്. അയാളാണെങ്കിൽ ചുറ്റിയൊക്കെ ഇങ്ങനെ ഏറ്റുകയും അങ്ങോട്ട് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ കമലും പേടിച്ചൊക്കെ പുറകോട്ട് മാറുന്നുണ്ട്. അന്നേരം മര്യാദയ്ക്ക് പലിശയും കാശും തന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ആശാൻ ഇപ്പോൾ അങ്ങോട്ട് വരും, പിന്നെ അടിയുടെ പെരുന്നാളായിരിക്കും എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി
ഉണ്ടാക്കുകയാണ്. പക്ഷേ കമലിനെ അയാൾ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ തൊട്ടടുത്തിരുന്ന വണ്ടി പണിയുന്ന ആളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം ഇയാൾ ആകെ ഒരു അമ്പരപ്പിക്കുന്ന ഇതിലൊക്കെ നിൽക്കുമ്പോൾ കമലം പേടിച്ചാണ് സംസാരിക്കുന്നതൊക്കെ. ഈ സമയത്ത് വിഷ്ണുവിൻ്റെ ജീപ്പ് ഇങ്ങനെ ഹോൺ അടിച്ച് വരുമ്പോൾ അതേ കണ്ടില്ലേ, എൻ്റെ ആശാൻ്റെ വണ്ടിയുടെ ഹോണാണ്, ഇപ്പോൾ ശരിയാക്കി തരാം, തനിക്ക് ഇന്ന് പള്ളിപ്പെരുന്നാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലുകയാണ്. അതിന് വിഷ്ണു ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അതെ 3 മാസത്തെ പലിശയും മുതലും ബാക്കിയും തരാനുണ്ട്. ചോദിച്ചപ്പോൾ മാരകായുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. അന്നേരം വിഷ്ണു എന്താ നിങ്ങൾ ചോദിക്കും, അല്ല ചുറ്റിയൊക്കെ എടുത്ത് കാണിക്കുന്നു എന്നിങ്ങനെ കമലം പറയുന്നുണ്ട്. ഒന്നും വേണ്ട ആശാനെ, അങ്ങോട്ട് ചാമ്പിക്കോ, ഒന്നും നോക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഈ ചുറ്റിയെ കൊണ്ടിരുന്ന ആൾ പതിയെ കൊണ്ട് വിഷ്ണുവിനെ കണ്ട് എഴുന്നേൽക്കുന്നുണ്ട്. മറ്റേ ആളും ഇങ്ങനെ അയാളുടെ അടുത്തേക്ക് വരികയാണ്. ഈ സമയത്ത് വിഷ്ണുവിന് മുന്നോട്ട് നടക്കാൻ പോകുമ്പോൾ രേഷ്മ വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. വിഷ്ണു എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരു ഇടിയുടെയും നടുവിലാണ്, തന്നെ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടത്തേക്ക് വിളിക്കാൻ പറയുമ്പോൾ ശരി സമയം കിട്ടുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം വന്ന പഞ്ചങ്ങ് പോയെന്നും പറഞ്ഞ് കമലങ്ങ് ആകെ തിടുക്കം കൂട്ടുകയാണ്. അതിന് ചെല്ലാശാനെ ഒരു കോംപ്രമൈസും വേണ്ട, അങ്ങോട്ട് കയറി ചാമ്പിക്കോ എന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ ഫോണൊക്കെ പിന്നെ കമലിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് വളയേക്ക് വന്ന് മുകളിലേക്ക് ഇങ്ങനെ കയറ്റി മുണ്ടൊക്കെ ഇങ്ങോട്ട് മടക്കി കുത്തി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇയാൾ ആദ്യം കമലിനോട് കാണിച്ച ദേഷ്യഭാവമൊക്കെ മാറിയിട്ട് ആകെ ഒരു പേടിച്ച രീതിക്ക് നിൽക്കുന്നുണ്ട്. കയ്യിൽ നിന്ന് ചുറ്റി ഇങ്ങോട്ട് താഴെ വീഴുകയാണ്. വിഷ്ണു ഇങ്ങനെ ചെന്ന് നെഞ്ചു വിളിച്ച് മുന്നിൽ നിൽക്കുന്നു. ഇത്രയുമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ അയാളുടെ ഒരു ഭാവം കണ്ടിട്ട് എന്തോ ഒരു വലിയ മനഃപൂർവ്വം കൊടുക്കാത്തതല്ല, എന്തോ ഒരു ബാധ്യത വിഷമമുള്ളത് പോലെയാണ്. അത് വിഷ്ണുവിനോട് പറയാനായിരിക്കണം നിൽക്കുന്നത്, അല്ലാതെ കമലം വിചാരിക്കുന്ന പോലെ എല്ലാം തോന്നുന്നു ആ ഒരു ഭാവം കണ്ടിട്ട്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡിലെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത എപ്പിസോഡിലാണെന്ന് തോന്നുന്നു ആ ഒരു ശിവൻ്റെ എൻട്രിയൊക്കെ കാണിക്കുന്നത്. അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.